പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നൊരു ചിക്കൻ റെസിപ്പിയാണേ. കുറച്ച് നെയ്യാണ് ഞാൻ എടുക്കുന്നത്. നിങ്ങൾക്ക് ഏത് ഓയിൽ വേണമെങ്കിലും യൂസ് ചെയ്യാം. കോക്കനട്ട് ഓയിലോ സൺഫ്ലവർ ഓയിലോ ഒലീവ് ഓയിലോ ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. 750 ഗ്രാമോളം ചിക്കൻ ചെറിയ ചെറിയ പീസാക്കിയിട്ട് ഈ നെയ്യ് ചൂടായി വരണതിലേക്ക് അങ്ങനെ ഇങ്ങോട്ട് ഇടുകയാണ് കേട്ടോ. വേറെ ഒന്നും ആഡ് ചെയ്തിട്ടില്ല. എന്നിട്ട് പിന്നെ അതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഉപ്പ് എടുക്കണം. ഉപ്പ് ചേർത്തതിന് ശേഷം അതിൻ്റെ മുകളിൽ നിന്ന് വെള്ളം മൊത്തം പുറത്തേക്ക് വരും. ആ വെള്ളം മൊത്തം പുറത്തേക്ക് വരുന്ന വരെ നമ്മൾ വെയിറ്റ് ചെയ്യണം. മീൻസ് അത് മൊത്തം വറ്റണ വരെ വെയിറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ മസാലകളെന്ന് പറയാൻ മാത്രം മസാലയൊന്നും ആഡ് ചെയ്യണില്ല. ആദ്യം തന്നെ കുറച്ച് സവോളയും ഇഞ്ചി വെളുത്തുള്ളിയും കൂടിയിട്ട് ചോപ്പറിൽ നന്നായിട്ട് 2 അടി അടിച്ച് കഴിഞ്ഞാൽ നമ്മൾ സവോള ഇഞ്ചി വെളുത്തുള്ളി കുഞ്ഞിതായിട്ട് ഇങ്ങനെ പൊടിഞ്ഞ പോലെ ഇങ്ങനെ നുറുക്കി കിട്ടും. അത് അതിലേക്ക് ഇട്ടതിന് ശേഷം നമ്മൾ ഒരു പേസ്റ്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. മല്ലിയില പുതിനയില പച്ചമുളക് കൂടിയിട്ട് ഒന്ന് നന്നായി ചതച്ചെടുത്ത പോലെ ഒരുവിധം നന്നായിട്ട് പേസ്റ്റായ പോലെ അത് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഈ സവോള ഒന്ന് വാടി കഴിഞ്ഞാൽ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഒന്ന് വാടി കഴിഞ്ഞാൽ ചിക്കനിലേക്ക് ഇട്ടത് അത് കഴിഞ്ഞ് ഈ പേസ്റ്റ് അതിലേക്ക് ഇടുന്നു. കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് ഗരം മസാല, അതല്ലെങ്കിൽ ചിക്കൻ മസാല ഏതെങ്കിലും ഒന്ന് ആഡ് ചെയ്താൽ മതി. എല്ലാം കൂടി നന്നായി മിക്സ് ചെയ്യണു. വേറെ ഒന്നുമില്ല മസാല കേട്ടോ ഇതിൽ. പിന്നെ കുരുമുളക് പൊടി ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. സോറി വിട്ടുപോയി, അത് കുരുമുളക് പൊടി ആഡ് ചെയ്യുന്നുണ്ട്. മുളക് പൊടി മല്ലിപ്പൊടി ആ വക കാര്യങ്ങളൊന്നും ഇതിൽ ആഡ് ചെയ്യണില്ല. നന്നായിട്ട് മിക്സ് ചെയ്ത് നന്നായി അടച്ച് വെച്ചിട്ട് അത് മസാല വേവണ വരെ അങ്ങോട്ട് നന്നായിട്ട് കുക്ക് ചെയ്യണം. വേണമെങ്കിൽ ഈ സമയത്ത് കുറച്ച് ലെമൺ ഒഴിച്ച് മല്ലിയില ഇട്ട് നമുക്ക് അടച്ച് വെച്ച് മസാല വെന്ത് കഴിഞ്ഞാൽ നമുക്ക് പുറത്തേക്ക് എടുക്കാം. മീൻസ് ചിക്കൻ റെഡിയാക്കാം. സിമ്മിൽ വെച്ച് ഒന്ന് മൂപ്പിച്ച് ആ ചിക്കൻ്റെ ഒന്ന് ഫ്രൈ ആവണ പോലെ ആക്കിയെടുത്താൽ മതി. എനിക്ക് ചപ്പാത്തിക്ക് ആയ കാരണം ഞാനൊരു 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. വെള്ളം തിളപ്പിച്ചിട്ടാണ് ഒഴിച്ചിരിക്കുന്നത്. കുറച്ച് ഉപ്പ് കുറയും തോന്നിയപ്പോൾ ഉപ്പ് ഇട്ടിട്ടുണ്ട്. ലെമൺ ജ്യൂസ് ഒഴിച്ചു. നന്നായിട്ട് മിക്സ് ചെയ്യണു. ഒന്ന് നന്നായി അടച്ച് വെച്ച് അതൊന്ന് ഇതായി വന്നതിന് ശേഷം അരിഞ്ഞ മല്ലിയില ഇട്ടിട്ട് നമുക്ക് ചിക്കൻ ഓഫ് ചെയ്യാം. ശർക്കരം ഒരു നുള്ള് പഞ്ചസാര ഇടുന്നുണ്ട്. ആ സ്വീറ്റ് എരിവും പുളിയൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി ചെയ്തതാണ്. എന്നിട്ട് ഇളക്കിയിട്ട് കഴിഞ്ഞാൽ നമ്മുടെ വെറൈറ്റി അല്ലെങ്കിൽ ഈസി ബാച്ചിലേഴ്സിനൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ ബെസ്റ്റ് റെസിപ്പിയാണ്. ട്രൈ ചെയ്യുക. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. താങ്ക്